എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമണ്ട് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തോണ്ട് കീഴിലേക്ക് പോവാം. ഓക്കെ, ടൈലായിരിക്കും അല്ലേ? ആ, ഹെഡ്. ഇന്നലെ മുതൽ തുടങ്ങിയതാണ് തെണ്ടി. എന്തേ പേടിച്ചു തുടങ്ങിയോ? പേടിയോ? ഭയം? എനിക്ക് ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞില്ലേ, പേടി എന്ന് പറഞ്ഞ സാധനം. ഇതാണ്, ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴേക്കും പേടിക്കണം. നീ ചെയ്യരുതേ, ഞാൻ പേടിച്ചു പോകും. ഫസ്റ്റ് വൺ, അന്വേഷിപ്പിൻ കണ്ടെത്തും. ഡാർവിൻ കുര്യാക്കോസ് സംവിധാനം ചെയ്ത് നമ്മുടെ ടൊവിനോ തോമസ് നായകനായ സിനിമ തിയേറ്ററിൽ അത്യാവശ്യം നല്ല അഭിപ്രായം നേടിയ സിനിമയാണ്. സിനിമ OTT വരുന്നു മാർച്ച് 8 നെറ്റ്ഫ്ലിക്സിൽ. കേസ് അന്വേഷണത്തിൻ്റെ മറ്റൊരു തലം തുറന്നു വെച്ച സിനിമയാണ്. അന്വേഷിപ്പിൻ കണ്ടെത്തും. അടുത്തത് ഓക്കെ, മാർക്കോ സിനിമയുടെ ഒരു അനൗൺസ്മെന്റ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞതാണ് ഓഡിയോ അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യുന്ന ആരായിരിക്കും എന്നാണ്. ഡയറക്ടറിന്റെ രവി ബസൂർ. രവി ബസൂർ. ഇത് കണ്ടപ്പോ സന്തോഷം പോയിരിക്കട്ടോ. എനിക്ക് വിഷമമായി. നമ്മൾ വിചാരിച്ചോണ്ടിരിക്കുന്ന സുഷിൻ ശ്യാം അല്ലെങ്കിൽ മറ്റേ എന്താണ് ക്രിസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ ജസ്റ്റിൻ ഇവരൊക്കെ ആയിരിക്കും വിചാരിച്ചോണ്ടിരിക്കുന്ന രവി ബസൂർ. ഇതിലെന്ത് സന്തോഷമുള്ളൂ, ആകെ ഒരു വൺ ടൈം വണ്ടറാണ് ആള്. തീർച്ചയായിട്ടും. അതിനുശേഷം ഇറങ്ങിയതിനകത്തല്ല അതേ സാധനം തന്നെ മാറ്റിയും മറിച്ചും കൊണ്ടുവന്ന് വെച്ചിട്ട് ചെയ്തിട്ടുള്ളൂ. ഇതിലും മാറ്റൊന്നും ഉണ്ടാവില്ല. ഇതിലും അങ്ങനത്തെ നമുക്ക് KGF ഒക്കെ ഒന്ന് കേൾക്കാം എന്ന് വിചാരിക്കുന്നു. അല്ല, സാധാരണ അങ്ങനെയാണല്ലോ. സാധാരണ കുറച്ചൊക്കെ ഒരു 5 ചെയ്ത് കഴിഞ്ഞിട്ടാണ്, ഒരു 5 ചെയ്ത് കഴിയുമ്പോഴാണ് മരുന്ന് തീരുക. അപ്പൊ പഴയതിനകത്ത് നിന്ന് എടുത്തിട്ട് വരും. ഇത് അടുത്ത് വന്ന സിനിമകളെല്ലാം ഒരേപോലെ. പിന്നെ അതിന് രക്ഷപ്പെട്ടു KGF 2. അത് പിന്നെ ഫസ്റ്റ് അതേ KGF തന്നെ മതിയല്ലോ, അത് വിഷയമല്ലല്ലോ. ചെറിയ മാറ്റങ്ങൾ വന്നാലും അതിന്റെ ആ ഒരു ആംബിയൻസ് കിട്ടുക എന്നുള്ളത് മസ്റ്റാണ്. എന്താണെങ്കിലും ഹനീഫ് അദേനി ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. ഉണ്ണിമൂന്തനാണ് നായകനായിട്ട് വരുന്നത്. വെയിറ്റ് ചെയ്യാം. ഓക്കെ, തങ്കമണി. ദിലീപ് നായകനാവുന്ന തങ്കമണി രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്യുന്ന സിനിമ. അതായത് ഉടൽ എന്ന സിനിമയ്ക്ക് ശേഷം രതീഷിന്റെ സിനിമ റിലീസിനെത്തുന്നത് മാർച്ച് 7. എന്തായാലും സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് 5 മണിക്ക് വരും. ആഘോഷം. ട്രെയിലർ കുറച്ച് ദിവസങ്ങളായില്ലേ ട്രെയിലറൊക്കെ വന്നിട്ട്? അതെ, കുറച്ച് നാളായി ട്രെയിലറൊക്കെ ഒന്ന് റിയാക്ഷൻ ചെയ്തിട്ട്. ടീസർ അതിന്റെ ആ ഒരു കളർ ടോണൊക്കെ ഉണ്ടല്ലോ, ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. എന്തായാലും കളർ ഗ്രേഡിംഗ് ഒക്കെ മാറ്റും എന്നുള്ളതൊക്കെ പറഞ്ഞു കിട്ടുന്നുണ്ടായിരുന്നു. ട്രെയിലറിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കാം. അടുത്തത് എക്സിറ്റ് സിനിമയുടെ റിലീസ് ഡേറ്റ് മാർച്ച് 8 കേട്ടോ. വൈശാഖ് നായരാണ് സിനിമയിൽ നായകനായിട്ട് വരുന്നത്. ഒരു സർവൈവൽ മൂവി തന്നെയാണ് കേട്ടോ. ഓക്കെ, അടുത്ത കിഴി എബ്രഹാം ഓസ്ലർ സിനിമയുടെ OTT റിലീസ് ഡേറ്റ് മാർച്ച് 20. ജയറാമിൻ്റെ തിരിച്ചുവരവുണ്ടായ സിനിമയാണ് എബ്രഹാം ഓസ്ലർ. മമ്മൂക്കയുടെ ഒരു സ്പെഷ്യൽ വില്ലൻ ക്യാരക്ടർ അല്ലേ? അടുത്ത സിനിമ വരുന്നത് ഹോട്ട്സ്റ്റാറിലാട്ടോ. അടുത്ത സിനിമ ഏതാണാവോ? ജയറാമിന്റെ ഏതാണെന്ന് അറിഞ്ഞൂടാ. ഞാൻ മിഥുന്റെ ഒരു സിനിമ വരാനുണ്ട്. അതായത് അജു വർഗീസ് നായകനാവുന്ന സിനിമ. കുറച്ച് മുൻപ് ചെയ്തു. അത് അധികം ആൾക്കാർക്ക് അറിയില്ല. അതായത് അത് പക്ഷേ റിലീസിനെത്തുന്നുണ്ട്. അടുത്തത് ഓക്കെ, മഞ്ഞുമേൽ ബോയ്സ് സിനിമ. കാർത്തിക് സുബ്രാജ് കണ്ടിട്ട് പറഞ്ഞ 1-2 കാര്യങ്ങൾ. മാർവലസ്, എക്സലന്റ്, മസ്റ്റ് വാച്ച് തിയേറ്റർ. ഓക്കെ, അല്ലാതെ യൂട്യൂബ് റിവ്യൂസ് പറയുന്നത് പോലെ അല്ല. അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നല്ലേ പറഞ്ഞു. അത് എനിക്ക് ആവറേജ് ആയിട്ട് ഇപ്പോഴും തോന്നിയിട്ടുള്ളൂ. ആരെന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ തന്നെ ഉള്ളൂ. കാർത്തിക് സുബ്രാജ് എന്താണ് വീണ്ടും നീ ചോദിച്ചു വാങ്ങാണല്ലോ. അല്ല, അങ്ങനെ മനസ്സിൽ തോന്നുന്നു. ശരിയായിരിക്കും. ഇതിന് മാത്രം ഉണ്ടോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. അടുത്ത കിഴി അഞ്ചക്കള്ള കോക്കാൻ. നല്ല പേര്. പൊറാട്ടാന്നും കൂടി ഉണ്ട് കേട്ടോ. പൊറാട്ട. ദൈവമേ. എന്തായാലും ചെമ്പൻ വിനോദും ടീമും വരുന്ന സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാർച്ച് 15 സിനിമ തിയേറ്ററിൽ റിലീസിനെത്തും. മണികണ്ഠൻ ആചാരി, ലുക്മാൻ, ചെമ്പൻ വിനോദ്. ഉല്ലാസ് ചെമ്പനാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ചെമ്പന്റെ അനിയൻ.
ഓക്കെ. ഒരു പ്രത്യേക തരം സാധനം കേട്ടോ. അതിന്റെ പോസ്റ്ററൊക്കെ ഉണ്ടല്ലേ, അതായത് നോട്ടീസ് ഒരു നാടകത്തിന്റെ ഒക്കെ ഇത് ഒട്ടിക്കില്ലേ അതേപോലെയൊക്കെ ചുമരിൽ ഒട്ടിച്ചിട്ട് ആ ഒരു സംഭവം ഫോട്ടോ എടുത്തിട്ട് ഇട്ടതുപോലെ ഉണ്ട്. അടുത്തത് ജാബ് വി മെറ്റ് 2. അതന്നെ സാധനം. എന്താണെങ്കിലും കിരൺ റാവു ആണ് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ 2ാമത്തെ പാർട്ടിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് തുടങ്ങുന്നു. ആഗ്രഹമുണ്ടെന്ന്. അതും സെയിം മറ്റേ എന്താ പറയാ അവരെ തന്നെ വെച്ചിട്ട് ഡയറക്റ്റ്. ആൾക്ക് അതുമായിട്ടൊരു ബന്ധമില്ല. ബന്ധം ഉണ്ടാവില്ല. ബന്ധമില്ലാത്തതുകൊണ്ടാണുള്ളത് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നത്. അതിനെ നശിപ്പിക്കുന്നതിന്റെ പ്രശ്നം വരുന്നില്ലല്ലോ അല്ലേ? അതായത് ജാബിയറ്റ് എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വേറെ ആളാണ്. സ്ക്രിപ്റ്റ് ആണല്ല. കിരൺ റാവു ആരാ മനസ്സിലായി? അമീർ ഖാന്റെ വൈഫ്. ഇപ്പോഴാണോ? അല്ല, അതെ. ആള് ഡയറക്ടറാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, പ്രൊഡ്യൂസറാണ്. എന്താണ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള തീരുമാനമാണോ ഇനി? അതും പറയാൻ പറ്റില്ല. ആഗ്രഹം ഉണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം പ്ലാനും ചെയ്യുന്നുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എങ്ങനെയായിരിക്കും എന്തായിരിക്കും അറിയില്ല. ഇനി നടക്കും. കരീന കപൂർ കുറച്ച് അല്ല, ഡി ഏജിങ് ഒക്കെ ഭയങ്കരമായിട്ട് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അതൊന്നും വിഷയമൊന്നും ഉണ്ടാവില്ല. ഷാഹിദ് കപൂറിന് പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആളിപ്പോഴും ആ വയസ്സിലേക്ക് എത്തും. എന്താടാ രാമായണം? ആ, കൊള്ളാലോ. നല്ല കിഴിയാണല്ലോ. നല്ലതാണ്, ഞങ്ങൾക്ക് അറിയാട്ടോ. ആണല്ലേ? എന്നായിക്കോട്ടെ. നിനക്ക് അറിയോന്നുള്ളതാണ് ഞങ്ങൾക്ക്. അല്ല, എനിക്കറിയാവുന്നതുകൊണ്ടാണല്ലോ ഞാൻ നല്ലതാണെന്ന് പറഞ്ഞത്. എന്താ പേടി കുടുങ്ങിയത് വെറുതെ ഒന്നല്ല. എന്തിന് ഇനിയുണ്ടല്ലോ കിഴി തുറക്കാൻ. ഓക്കെ, രാമായണ സിനിമയുടെ അനൗൺസ്മെന്റ് രാമനവമിക്ക് അനൗൺസ്മെന്റ് ഉണ്ടാവുന്നതാണ്. ഓക്കെ, നിതീഷ് തിവാരിയാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത് കേട്ടോ. ആരൊക്കെ ഉള്ളത്? ചെറിയ ചെറിയ നടന്മാർ ആരൊക്കെ ഉണ്ട്? രൺബീർ കപൂർ, സായി പല്ലവി, യശ്. ഇതൊക്കെ എന്ത് സില്ലി ബോയ്സ് ആൻഡ് ഗേൾസ്. അടുത്തത് ജെയ്സൺ സഞ്ജയ്, ദളപതി വിജയുടെ മകൻ സംവിധാനം ചെയ്യുന്ന സിനിമ. ദുൽഖർ നായകനായിട്ട് വരുമെന്നാണ് കേൾക്കുന്നത്. സിനിമ ലൈക്ക പ്രൊഡക്ഷനുമായിട്ട് ഒരു സൈൻ ചെയ്തൊരു പ്രോജക്റ്റ് ഉണ്ട് ജെയ്സൺ സഞ്ജയുടെ. ആ സിനിമയായിരിക്കും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. അല്ലാതെ വേറൊരു പുതിയ സിനിമയല്ല എന്നുള്ള കേൾക്കുന്നത്. അതായത് ലൈക്ക പ്രൊഡക്ഷന്റെ കൂടെ ചേർന്ന് ചെയ്യുന്ന സിനിമയില് നായകൻ ദുൽഖർ. കൊള്ളാം. അല്ലാതെ പുതിയൊരു സിനിമ, മറ്റൊരു സിനിമയല്ല. അല്ല. താങ്ക് യു. അടുത്ത കിഴി. എനിക്ക് എന്തൊരു അഹങ്കാരം. അഭിനന്ദിക്കാനൊക്കെ പ്രത്യേക കഴിവ്. അഹങ്കരിച്ചോടാ. ഇതുവരെല്ലാത്ത കഴിവാണ്. ഭയങ്കരമാണ് അത്. അങ്ങ് മുറ്റിയിട്ട്. ഓക്കെ, അടുത്ത കിഴി വീണ്ടും അഹങ്കാരം. കങ്കുവ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. അതായത് എന്താടാ? ഒന്നുമില്ല, പോന്നോട്ടെ. സിനിമയുടെ പ്രൊഡ്യൂസർ ജ്ഞാനവേൽ രാജ. ആള് നമ്മുടെ ബോബി ഡിയോളിനെ കണ്ടിട്ടുണ്ട്, അതായത് ഉദിരനെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയോ പൂച്ചണ്ട കൊടുത്ത് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഗ്ലിംസ് കണ്ടിട്ട് ബോബി ഡിയോളും മകനും ഉണ്ടായിരുന്നു. അവർ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റിലാണ്. ത്രില്ലടിച്ചു എന്നെ പോലെ. ആ ത്രില്ല് എന്നാണ് അവരെ ഗ്ലിംസ് വരുന്നത് അറിയില്ല. ഓക്കെ, അതായത് നിനക്ക് അറിഞ്ഞൂടാ കിഴിയെടുക്കുമ്പോ ഇതൊക്കെ പറയേണ്ടി വരും. ഗ്ലിംസ് വരുന്നതിനെ കുറിച്ച് അറിയില്ലല്ലോ, എന്നോട് പറഞ്ഞിട്ടില്ല. അടുത്തത് തേരാ ക്യാ ഹോഗാ ലവ്ലി സിനിമയുടെ ബ്രോഡാഡിയില്ലേ അതില് തേരാ ക്യാ ഹോഗാ ലവ്ലി സിനിമയുടെ റിലീസ് ഡേറ്റ് മാർച്ച് 8 കേട്ടോ. ബൽവീന്ദർ സിംഗ് ജൻജോയാണ് സിനിമ ഡയറക്ട് ചെയ്തേക്കുന്നത്. ആരുടെ പടാ അറിയില്ല. ഈ ഡയറക്ടർ പേരാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. എന്നിട്ട് എന്നോട് ആരുടെ സിനിമയാണെന്ന് കൂടി ചോദിച്ചിട്ടുണ്ട്. റിലീസ് ഡേറ്റ് മാത്രം അറിയാം, 8 തീയതി മാർച്ച് 8 വരും. അടുത്ത കിഴി ആട് ചെയ്തു. നീ പേടിച്ചു തുടങ്ങി. എന്റെ പാളിയപ്പോ തന്നെ എനിക്ക് ഉറപ്പിച്ച ഇന്നത്തെ ദിവസം ഞാൻ മോശമായിരിക്കും. ഓക്കെ, എന്തായാലും ആട് ജീവിതം സിനിമയുടെ ഒരു ന്യൂ വീഡിയോ വന്നിട്ടുണ്ട്. 2 ഉണ്ട് കേട്ടോ. 2 ഉണ്ട്. അതിലൊന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒന്ന് പൃഥ്വിരാജ് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അതെ, അത് അവിടെ പോയി കാണാൻ പറഞ്ഞു. പിന്നല്ലാതെ പുതിയത് വന്നത് നിങ്ങൾക്ക് കാണിച്ചു തരും. അതല്ല, എനിക്ക് കിട്ടിയ കിട്ടിയല്ലേ, ഞാൻ എല്ലാം കാണിക്കോടെ. കാണിച്ചു കൊടുക്ക്. അപ്പൊ നീ തന്നെ ഒന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ പ്ലാന് മാറ്റി. നീ തോറ്റപ്പോ
ഇത് നിനക്കായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ ഒന്നേ കാണിക്കണ്ടായിരുന്നുള്ളൂ. ഇതിന്റെ ഇടയിൽ ഞാൻ ഇട്ട അഹങ്കാരം കണ്ടില്ലല്ലോ. ഞാൻ എല്ലാം കാണുന്നുണ്ട്. ആണല്ലേ? ഇതിന്റെ എന്താണെന്നറിയോ, ഇത് നാളെ തിരിച്ച് ഇതിന് കരച്ചിലും കൂടെ ഞാൻ തന്നെ കാണണ്ടാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ളൊരു മനസമാധാനത്തിലാണ് ഞാൻ. നാളെയല്ലേ? ആ ഇപ്പൊ ആരാണ്? ആയിക്കോട്ടെ, ഇപ്പൊ ആരാണ് കൊടിയ വിഷം? അത് നീ തന്നെ. അതിനി ഇപ്പം തന്നെ എപ്പോഴാണ് അതങ്ങനെ തന്നെ കൊടിയ വിഷം. ഇനി ഞാനല്ലേ മാനസികപരമായിട്ട് തളർത്തുന്ന ആള്. തീർച്ചയായിട്ടും നമ്മൾ ഓവറായിട്ടങ്ങ് കയറുമ്പോഴേ ഒന്ന് ചോട്ടിന്ന് പിടിച്ച് വലിച്ചിടുന്നത് വളരെ നല്ലതായിരിക്കും. പക്ഷെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. അതായത് ഇവനൊരു മണ്ടനാട്ടോ, ഇവൻ ലോക പൊട്ടനാണ് എന്ന് പറയുമ്പോൾ അതിനുശേഷം അതിനെ അപ്പുറത്തേക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, അത്. അടുത്തത് വിടുതലൈ പാർട്ട് 2. ഓക്കെ, സിനിമയുടെ കുറച്ച് ലൊക്കേഷൻ സ്റ്റില്ലുകൾ പുറത്തു വന്നിട്ടുണ്ട്, കാണാം. വിജയ് സേതുപതി യെസ് തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ തന്നെ വേറെ ലെവലായിരുന്നു. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സാധനം. എന്തായാലും കാത്തിരിക്കാം. എന്തായാലും കീഴ് എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. പാർട്ട് 2 അല്ലേ? റോട്ടർഡാമിലേ എണീറ്റ് മേടിച്ചു പറഞ്ഞു. യെസ് ഞാൻ പറഞ്ഞോട്ടെ. നിനക്ക് പോവാൻ ആവേശം കാണും. പിന്നെ തീർച്ചയായിട്ടും. പിന്നെ ഞാൻ തന്നെ ഇവിടെ ഇരുന്നിട്ട് അളിയുന്ന എണീറ്റ് പോവല്ലേ ഇത് നല്ലത് ഓക്കെ അല്ലേ? ഞാൻ വീണ്ടും പരീക്ഷിച്ച് നോക്കിയാണ്. ഇന്നലെ പറഞ്ഞിട്ടുണ്ട്.